ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. ഉമ്മു വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്താണ് എല്ലാവരുടെ വിശേഷം? സുഖമല്ലേ എല്ലാവർക്കും? അപ്പം നമുക്കിന്ന് വളരെ പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാവുന്ന നാടൻ രീതിയിലുള്ള ബീഫ് കറി ഉണ്ടാക്കാം അല്ലേ? അപ്പോൾ അതിന് ഞാനിവിടെ ഒരു ചട്ടിയാണ് എടുത്തിട്ടുള്ളത് കറി വെക്കണ. അതിലേക്ക് കുറച്ച് ചുമന്നുള്ളി ചെറുതാക്കി അരിഞ്ഞതും 2 ചെറിയ സവാള ചെറുതാക്കി അരിഞ്ഞതും ഒരു തക്കാളിയും ഒരു 10 അല്ലി വെളുത്തുള്ളിയും ഒരു കഷ്ണം ഇഞ്ചിയും 5 പച്ചമുളക് ചതച്ചതും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് 2 ടീസ്പൂൺ മല്ലിപ്പൊടിയും 2 ടീസ്പൂൺ മുളക് പൊടിയും. അപ്പം ഞാനിവിടെ കാശ്മീരി മുളക് പൊടിയാണ് എടുത്തിട്ടുള്ളത്, അതുകൊണ്ടാണ് 2 ടീസ്പൂൺ എടുത്തത്. അപ്പോൾ നിങ്ങൾ എരിവുള്ള മുളക് പൊടിയാണ് എടുക്കണമെന്നുണ്ടെങ്കിൽ 1 ടീസ്പൂൺ എടുത്താൽ മതി കേട്ടോ. ഇനി അതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചെറിയ ടീസ്പൂണിൽ 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും പിന്നെ നമ്മളുടെ കറിയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ 1/2 കിലോ ബീഫാണ് എടുത്തിട്ടുള്ളത്. അത് നല്ലപോലെ കഴുകി വൃത്തിയാക്കി അതിലെ വെള്ളമൊക്കെ കളഞ്ഞെടുത്തിട്ടുള്ളതാണ്. അതും നമ്മളുടെ ചട്ടിയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 ടീസ്പൂൺ വെളിച്ചെണ്ണയും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇത് കൈ വെച്ച് നല്ല പോലെ തന്നെ ഇങ്ങനെ തിരുമ്പി യോജിപ്പിക്കണം കേട്ടോ. അപ്പം നന്നായിട്ട് തന്നെ എല്ലാം കൂടി യോജിപ്പിച്ചെടുക്കണം. അപ്പം എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ എൻ്റെ ഉമ്മയും വല്യമ്മയൊക്കെ ഇങ്ങനെ കറി വെച്ച് തന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് കേട്ടോ ഇങ്ങനെ കറി വെച്ചിട്ടുണ്ടെങ്കിൽ. നല്ല പോലെ കൈ വെച്ച് ഇങ്ങനെ യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പം തന്നെ നല്ല മണമൊക്കെ വരുന്നുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കുറച്ച് മല്ലിയില ചെറുതാക്കി അരിഞ്ഞത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കൈ വെച്ചിട്ടാണല്ലോ ഇത് തിരുമ്പി യോജിപ്പിച്ചിട്ടുള്ളത്, കണ്ടില്ല? അപ്പോൾ കയ്യിൽ ഇതുപോലെ ഉണ്ടാകും. കുറച്ച് വെള്ളം എടുത്തിട്ട് ഇതുപോലെ കയ്യിലൊന്ന് കഴുകിയിട്ട് അതിലേക്ക് തന്നെ തെളിച്ച് കൊടുക്കണം. എല്ലാം കൂടി നല്ല പോലെ ഒന്ന് യോജിപ്പിച്ചെടുക്കുന്നുണ്ട്. അപ്പം ഞാൻ ഈ കറി ഉണ്ടാക്കുന്നത് ഗ്യാസ് അടുപ്പിലല്ല, വിറകടുപ്പിലാണ് കേട്ടോ. അപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ വിറകടുപ്പിൽ വെക്കുമ്പോൾ, അതും മൺകലത്തിൽ വെക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നന്നായിട്ട് ഇടയ്ക്കിട്ടൊന്ന് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ പെട്ടെന്ന് അടി പിടിക്കും കേട്ടോ. അത് പ്രത്യേകം ശ്രദ്ധിക്കണേ. അപ്പോൾ ഞാനത് അടപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഒരു 10 മിനിറ്റൊക്കെ ആയപ്പോൾ ഞാൻ തുറന്ന് നോക്കിയിട്ടുണ്ട്. അപ്പോൾ നല്ല പോലെ തന്നെ തിളച്ചൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ 2 ഉരുളക്കിഴങ്ങ് ഞാൻ ചെറുതാക്കി അരിഞ്ഞതും ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് തുറന്ന് നോക്കിയപ്പോൾ അതിൽ ഉരുളക്കിഴങ്ങും ബീഫൊക്കെ നല്ല പോലെ തന്നെ വെന്ത് നമ്മളുടെ കറിയൊക്കെ നല്ല പോലെ തന്നെ വറ്റി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഈ സമയത്ത് ഞാനിതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് എല്ലാം കൂടി നല്ല പോലെ യോജിപ്പിച്ചെടുക്കണം. ഇപ്പം തന്നെ നല്ല മണമൊക്കെ വരുന്നുണ്ട് കേട്ടോ. കാണുമ്പോൾ തന്നെ അറിയാമല്ലോ എത്ര ടേസ്റ്റി ആയിട്ടുള്ള കറിയാണെന്ന്. അപ്പോൾ ഇനി ഞാനിത് അടപ്പത്തു നിന്ന് മാറ്റിയിട്ടുണ്ട്. നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം കേട്ടോ. അപ്പോൾ നമുക്ക് നെയ്ച്ചോറിൻ്റെ കൂടെയും പത്തിരിയുടെ കൂടെയും പൊറോട്ടയുടെ കൂടെയൊക്കെ കഴിക്കാവുന്ന ഏറ്റവും ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബീഫ് കറിയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും വീട്ടിൽ ഇതുപോലെ തന്നെ ചെയ്ത് നോക്കണം. എന്നിട്ട് ഇതിൻ്റെ അഭിപ്രായം കമൻറ്റിലൂടെ എന്നെ അറിയിക്കുകയും വേണം. അപ്പോൾ എപ്പോഴും പറയണ പോലെ തന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ. എന്നെ സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതാണ്. എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവർക്കും നന്ദി, നമസ്കാരം.